അങ്ങനെ ആ 2 ഈവനിങ് സ്പോർട്സ്, ഒന്ന് ഗണ്ടാഗറും 2 നമ്മുടെ തുർജിക്ക ജൽറ, അത് രണ്ടും കാണിച്ചിട്ട് ശിവൻ നേരെ എന്നെ ഒരു ബൈക്ക് റൈഡിന് കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ അവനോട് പ്രത്യേകം പറഞ്ഞു വെച്ചാൽ അവനൊരു ബൈക്കിൻ്റെ വീഡിയോ എടുത്ത് കൊടുക്കണം, കാരണം അവന് വേറെ വീഡിയോ ഒന്നുമില്ല, ബൈക്ക് എടുത്താൽ പിന്നെ നല്ലൊരു വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ വീഡിയോ സെറ്റ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞ് അവനൊരു വീഡിയോ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു ബൈക്ക് റൈഡിന് പോയി കേട്ടോ. നമ്മളിപ്പോൾ പോകുന്ന ഫോർട്ട് റോഡിൽ കൂടെ കേട്ടോ. ലെഫ്റ്റ് സൈഡ് നമുക്ക് മേർഗങ് ഫോർട്ട് കാണാം. അപ്പോൾ ഈ വഴി ഒരു 14 കിലോമീറ്റേഴ്സ് പോയി കഴിഞ്ഞാൽ കൈലാന ലേക്ക് എന്ന് പറഞ്ഞ ലേക്കുണ്ട്. നമ്മുടെ ജോധ്പൂരിലേക്കുള്ള ഫുൾ വാട്ടർ സപ്ലൈ വരുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മുടെ യാത്ര. അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ എങ്ങോട്ടാണെന്ന് ആദ്യം പറഞ്ഞില്ല കേട്ടോ, പിന്നെ ഞാൻ അറിഞ്ഞത് നമ്മൾ കൈലാന ലേക്കിലേക്കാണ് പോകുന്നത്. ഇവൻ ചുമ്മാ നമ്മൾ ബൈക്കൊക്കെ എത്തി ഇങ്ങനെ കൊണ്ടുപോകും റൈഡ്. നല്ല രസമുണ്ടായിരുന്നു, നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളും ചെറിയ രീതിയിൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. ശിവത്തിനെ ഞാൻ വാരണാസി വെച്ചാട്ടോ പരിചയപ്പെട്ടത്. അപ്പോൾ അന്ന് ഭയങ്കര കമ്പനിയായിരുന്നു കേട്ടോ. അവൻ്റെ ഐഫോണിലൊക്കെ ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു വലിയ മുൻപരിചയമൊന്നുമില്ല, ബട്ട് സ്റ്റിൽ നമുക്ക് ഐഫോണൊക്കെ ഭയങ്കര ധൈര്യത്തോടൊക്കെ തരുന്നത്. അപ്പോൾ തന്നെ ഭയങ്കര അടിപൊളിയാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. പിന്നെ ഇവൻ ഇത്തിരി റിച്ച് ആട്ടോ. ഈ ബൈക്കൊക്കെ അവൻ സ്വയം മേടിച്ച, ഇത് 5 ലക്ഷം രൂപയുടെ വണ്ടിയാണ്. ജി ടി കോണ്ടിനെൻ്റൽ GT എന്ന് പറഞ്ഞ ബൈക്ക്. അപ്പം അളിയൻ നമ്മുടെ എന്തോ ട്രേഡിങ് കാര്യങ്ങളൊക്കെ ലാപ്പിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പഠിത്തമൊക്കെ കഴിഞ്ഞു, BSc ആയിരുന്നു പഠിച്ചത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ ഇരിക്കും. അപ്പോൾ ആൾ അത്യാവശ്യം റിച്ച് ആട്ടോ. അപ്പോൾ സ്വന്തം വണ്ടിയിൽ ആൾ നമ്മളെ കറക്കാൻ കൊണ്ടുപോവാണ്. നല്ലൊരു പയ്യനാട്ടോ. നമ്മളിപ്പോൾ ഏകദേശം പോകുന്നത് ഔട്ട്സ്കേർട്സ് ഓഫ് ജോധ്പൂരിലേക്കാണ്. ഇവിടുന്ന് 14 കിലോമീറ്റേഴ്സ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നമ്മളങ്ങനെ കുറേ നേരം റൈഡ് ചെയ്ത് ഏകദേശം കൈലാൻ ലേക്കിൻ്റെ അടുത്തെത്തിയെന്നാണ് ശിവൻ പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ് അവിടുത്തെ അവസ്ഥ. നമ്മളിപ്പോൾ വന്നേക്കുന്നത് കായ്ലാന ഷീലാട്ടോ. അതായത് ഇത് ഇച്ചിരി ജോധ്പൂരിൻ്റെ ഔട്ട്സ്കേർട്സിലാണ്. ഏകദേശം ഒരു 13 കിലോമീറ്റർ അത്രേ ഉള്ളൂ. അത്രയും കിലോമീറ്റർ പോയാൽ നമ്മൾ ഇവിടെ എത്തും. ഈ ജോധ്പൂരിൻ്റെ ഫുൾ വാട്ടർ സപ്ലൈ ഇവിടുന്ന്. ആക്ച്വലി ഇപ്പോൾ മൺസൂൺ ആയതുകൊണ്ട് ഇപ്പോൾ നല്ല അളവിൽ വെള്ളമുണ്ട്, നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. ആക്ച്വലി ഇത്രയും വെള്ളം ഉണ്ടാവാറില്ല. അപ്പോൾ RTDCയിലെ രാജസ്ഥാൻ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇതൊക്കെ ഉണ്ട്, ബോട്ടിങ്ങും പിന്നെ സിപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ ലേറ്റ് ആയിപ്പോയി. ആക്ച്വലി ഇതിപ്പോൾ 7:30 എന്തോ ആയി. ബട്ട് സ്റ്റിൽ ഇവിടെ തിരക്ക് നല്ല രീതിയിലുണ്ട് കേട്ടോ. പോലീസും ഉണ്ട് ഇവിടെ, നമുക്ക് കാണാം. നല്ലൊരു വ്യൂ ഉണ്ട്. ഇവിടെ അടുത്ത് തന്നെ പോലീസ് സ്റ്റേഷൻ ഉണ്ട് കേട്ടോ. ഇതപ്പോൾ ഈ കാണുന്നതാണ് ജോധ്പൂരിലെ വളരെ ഫേമസ് ആയിട്ടുള്ള കൈലാന ലേക്ക്. ജോധ്പൂരിൻ്റെ ഫുൾ വാട്ടർ റിസോഴ്സസ് വരുന്നത് ഇവിടെ നിന്നാണ് സപ്ലൈ വരുന്നത്. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ വന്നപ്പോഴത്തേക്ക് ലേറ്റ് ആയിപ്പോയി, ഒരുപാട് ലേറ്റായി, ഇരുട്ടി. ആക്ച്വലി ഇവിടെ ഭയങ്കര ബോട്ടിങ്ങും പരിപാടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ഇപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ, ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നൈറ്റ് ലൈഫൊക്കെ ഉള്ള സ്ഥലം കേട്ടോ. നമ്മുടെ നാട്ടിലുള്ള പോലെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഫാമിലി ആയിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് ഇവിടെ വന്നിരുന്ന് ചില്ല് ചെയ്യും. ഒരു ലേക്ക് വ്യൂ കിട്ടും. यस दिस इज शिवम, मेरा दोस्त है. हम वाराणसी में मिले थे. अरे अभी मैं हिंदी में क्यों बोल रहा हूँ. ഇത് നമ്മൾ ശിവം കേട്ടോ, ജോധ്പൂരിൽ നിന്നാണുള്ളത്. അളിയിൽ നമ്മളെ വന്നിട്ട് ഫുള്ള് കാണിച്ച് സ്വന്തം വണ്ടിയിൽ എടുത്തുകൊണ്ട് വന്ന് ഫുള്ള് എവിടെയൊക്കെ നമ്മൾ പോയി. നമ്മൾ ഒരു സ്റ്റെപ്പ് ഫോളിൽ പോയി, അത് കഴിഞ്ഞിട്ട് പിന്നെ ഗണ്ടാഗർ ഇത് അവിടെ കറങ്ങാൻ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് പിന്നെ ഈ ലേക്കിൽ കാണാൻ വേണ്ടി വന്നു. ഇച്ചിരി ദൂരെയാണ് കേട്ടോ. അവൻ്റെ വണ്ടിയിലാണ് തീരെ മൈലേജ് പോലും ഇല്ല. എന്നിട്ടും അവൻ എനിക്ക് വേണ്ടി പെട്രോൾ അടിച്ച് ഇവിടെ വരെ വന്നു. ബോൾ रहा है कि मेरा भाई जैसा ही है. പക്ഷേ ഇവിടെ പിന്നെ കുറച്ച് മുസ്ലിം ബറി ഉണ്ട് കേട്ടോ. മുസ്ലിം ബറി നടക്കുന്ന കേട്ടോ. പാർക്കിങ്ങിൻ്റെ അവിടെ ഒരു ചെക്കൻ വന്നിട്ട് കാര്യമായിട്ട് ഒരു പുള്ളി ചെയ്യുന്നുണ്ട്, എൻ്റെ കൂടെ ചെറുക്കനും ചെയ്യുന്നുണ്ട്. ഇതാട്ടോ ഇവൻ്റെ വണ്ടി GT. ഫുൾ കിച്ചോ പീച്ചേ കിച്ചോ യാർ. നമുക്ക് പോവാം. ഇതേ ഒരു ലോഡ് രാജസ്ഥാനി ചേച്ചിമാർ വന്നിട്ടുണ്ട് പരിപാടി കാണാൻ വേണ്ടി. കുറേ നേരം അവിടെ ചുറ്റിപ്പറ്റിയിരുന്ന് ഇതിന് ശേഷം നമ്മൾ തിരിച്ച് റിട്ടേൺ പോകാം കേട്ടോ. റിട്ടേൺ വേറൊരു വഴി കൂടെ വരുന്നത്. ഇത് ഇച്ചിരി മോശം വഴിയാട്ടോ, ഫുള്ള് പറഞ്ഞു കിടക്കുന്നൊരു റോഡാണ്. പിന്നെ ഒരു വിജനമായിട്ടുള്ളൊരു റോഡാണ് കേട്ടോ, കാരണം ഒരു കാട്ടിക്കൂടെ പോകുന്ന പോലെ. അപ്പം ഇവൻ പറഞ്ഞു ഇവിടെ ഫുള്ള് പച്ചപ്പോ ഹരിതാപയാണ്. അപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിരിക്കും. നമ്മൾ ലേറ്റായി പോയി, സീനില്ല. നമുക്ക് പറ്റുവെച്ചാൽ നാളെ രാവിലെ ഒന്ന് വരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ നടക്കുമെന്ന് എനിക്കറിയത്തില്ല, കാരണം എന്തായാലും നമുക്ക് നോക്കാം. അപ്പം സീൻ റൈഡ് ആയിരുന്നു കേട്ടോ. നല്ല രീതിയിൽ തണുക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ये वापस जा रहे हैं क्या? दूसरे रास्ते दूसरे रास्ते वापस पहुंच जाएंगे यार? पहुंच जाएंगे. अच्छा तो सही है. वो क्या है? वोट है ऐसे ही. अच्छा ഇവിടെ ആക്ച്വലി നമ്മൾ പകൽ വരെയാണ് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഫുള്ള് 2 സൈഡിലും പച്ചപ്പൊക്കെയായിട്ട് അബൂറോഡ് പോലത്തെ കോടയൊക്കെ വരുമെന്ന് പറഞ്ഞു. തിരുട്ടിയോണ്ട് നമുക്ക് കാണുന്നില്ല. അവിടെ ദൂരെ നമുക്ക് ചെറിയ ഒരു ലേക്ക് പോലെ കാണാം. പോയി സെയിം है क्या? वो सेम डील है क्या? हाँ वही कायलाना के अपन. हाँ वही है. हाँ ഫോറിന്റെ പാസ്. ഇവിടെ ആക്ച്വലി നല്ല തണുപ്പുണ്ട് കേട്ടോ. തണുത്ത കാറ്റടിക്കുന്നത്. കോട ഉണ്ടോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയുന്നില്ല. പോലീസ് ഒരു ചെറിയ പോലീസ് ചെക്കിങ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനാണ് ഹെൽമെറ്റ് വെച്ചത്. പക്ഷേ ഇവിടെ അങ്ങനെ സീനില്ല. പില്ലിന് ഹെൽമെറ്റ് വെക്കണമെന്നില്ല. നമ്മുടെ അളിയെ വെച്ചിട്ടുണ്ട് ഹെൽമെറ്റ്.
അതുകൊണ്ട് സീനില്ല. ഓ ലൈറ്റ്സ് ഉണ്ടോ, ലൈറ്റ്സ് ദൂരെ. നമ്മളിപ്പോൾ വന്ന വഴിയല്ല കേട്ടോ, വേറൊരു റൂട്ടിൽ കൂടെ തിരിച്ചു പോകുന്നത്. ആ റൂട്ടിൽ കൂടെ തിരിച്ചു പോയി നമുക്ക് മെയിൻ സിറ്റിയിലെത്താം. അത് ഈ ഔട്ട്സ്കേർട്സിൽ നിന്ന് പുറത്തിറങ്ങാം. എനിക്കെന്ന് വെച്ചാൽ സ്റ്റിൽ ആൾക്കാർ ആ റോഡിൽ നിന്ന് തിരിച്ച് അങ്ങോട്ട് ആ ലേക്കിന് അങ്ങോട്ട് പോകുന്നുണ്ട്. രാജസ്ഥാൻ മുഴുവൻ അതിൽ ഏറ്റവും ടോപ്പിലാണ് അബു റോഡ്, നമ്മളെ മൗണ്ട് അബു നമ്മൾ ആദ്യം പോയത്. പിന്നെ നമ്മൾ ജയ്പൂരിലും കണ്ടായിരുന്നു, ഉദയ്പൂരിലും കണ്ടായിരുന്നു, ഇപ്പോഴത്തെ ജോധ്പൂരിലും കാണുന്നുണ്ട്. ഫുൾ അരാവലി മയം തന്നെ, അരാവലി. നമ്മൾ രാവിലെ ഒരു വരുന്ന കിഡിലെ വ്യൂ ആയിരുന്നു. കാരണം നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്, ഇവിടെ സൈഡിൽ ഫുള്ള് വെള്ളമാണ്, അവിടെ അപ്പുറത്ത് വലിയ പർവ്വതം, മല, അവിടെ ചെറിയ ചെറിയ കുഞ്ഞു വീടുകൾ, അവിടുത്തെ ലൈറ്റ് കാണുന്നത്. ഈ കാണുന്നതല്ല വെള്ളം ആക്ച്വലി കേട്ടോ. എനിക്ക് കാണാം, ക്യാമറ പുറത്തൊന്നും കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ആക്ച്വലി നമ്മുടെ ഇവിടുത്തെ ഒരു കുൽസിത സ്പോട്ട് കൂടെ കേട്ടോ. പയ്യന്മാരും പെൺപിള്ളേരൊക്കെ വന്നിട്ട് വണ്ടി ഇവിടെ വെച്ചിട്ട് കുൽസിതത്തിൽ ഏർപ്പെടുത്തിയ ഒരു സ്ഥലമാണ്. പോലീസൊക്കെ പിടിക്കാറൊക്കെ ഉണ്ടെന്നാണ് അണ്ണൻ പറയുന്നത്. പോരാത്തിന് ചെക്കന്മാരെല്ലാം കൂടെ ഒന്ന് വെള്ളം അടിക്കാൻ സെറ്റപ്പ് ചെയ്യുന്ന ഒരു സ്ഥലമായത്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് പോലീസൊക്കെ കണ്ടത്. ആക്ച്വലി ഹെൽമെറ്റിന്റെ കേസല്ലായിരുന്നു, അവരെന്തെങ്കിലും തരുന്ന നശയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് പോലീസുകാർ അവിടെ ചെക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് സീനില്ല, വി ആർ ക്ലീൻ. തണുക്കുന്ന കേട്ടോ, നല്ല തണുപ്പുണ്ട്, നല്ല തണുത്തല്ലേ. അതിന്റെ കൂടെ അറിയാൻ നല്ല സ്പീഡിൽ കൂടെ പോകുന്നത്. കിतना സ്പീഡ് വിചാറ്? അപ്പൊ ഇതപ്പം 40 40 പക്ഷെ എന്നിട്ട് നല്ല സ്പീഡുള്ള പോലെ തോന്നുന്നു. നല്ല കാറ്റിടിക്കുന്നുണ്ട്. ठंडा हवा आ रही है. हेयरपिन रोड. ഇത് ആക്ച്വലി ഇവർ ഭയങ്കര ഫോട്ടോ പോയിന്റ് ആണെന്ന് പറയുന്നത്. ഒരുപാട് ഹെയർ പിൻസ് ഉണ്ട് ഇവിടെ. മേളിൽ നമുക്ക് വലിയൊരു മലയും കാണാം. ഇവിടെ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ വരും. ഇവിടുന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നോക്ക്, ഇതാണ് വ്യൂ. ഇവിടെ പോലീസ് വേഗം കാലിയായിരിക്കും ഇവിടെ. കാരണം വളവിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത്. ഇവിടെ വേറൊരു ടീം ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞാനും ശിവവും കൂടെ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. നല്ല ബാക്ക്ഗ്രൗണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. കുറേ ഫോട്ടോ എടുത്തു കേട്ടോ വണ്ടിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട്. അപ്പോഴാണ് കേട്ടോ ഒരു കാറിൽ കുറച്ച് ചേട്ടന്മാർ വന്നിട്ട് ഇവിടെ കുറച്ച് തെരുവുനായ്ക്കളുണ്ട്. അപ്പോൾ അവർക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുന്നു. കേരള ക്രൈം ഫെൻസിലെ പോലെയാണോ എന്തോ, ഈശ്വര ബിസ്ക്കറ്റ് തന്നെ ആണോ എന്തോ. വരുന്നുണ്ട് വള്ളപ്പാട്ടി. ഫോണിപ്പോൾ ചാവും, 1% കൂടെ ഉള്ളൂ. അപ്പം ആ നന്മ നിറഞ്ഞ മൃഗസ്നേഹികളായ ചേട്ടന്മാർ പോവുകയാണ്. കൂട്ടത്തിൽ നമുക്ക് പോകാം. ഭയങ്കര മഴ വരുന്നു എൻ്റെ പൊന്നെ, രാവിലെ കുറേ നനഞ്ഞ. അപ്പം ലെറ്റ്സ് ഗോ, ബൈ. അത് വീണ്ടും വന്നു കേട്ടോ, വീണ്ടും വന്നു. കുറച്ച് ബിസ്ക്കറ്റ് കൂടെ കൊണ്ട് മനുഷ്യനെ വിഷമത്തിൽ വയ്ക്കും. നല്ല മനുഷ്യസ്നേഹികളായ ചേട്ടന്മാർ. वीडियो ले लो, बढ़िया पोस्ट करूंगा यार. पोस्ट कर देना मेरे को टैग करके. हाँ ठीक है, ठीक है. बाइक राइड का कोई भी एक वीडियो पोस्ट कर देना. अच्छा जरूर करूँगा. हाँ बढ़िया बाइक और जिसमें व्यू होगा. मेरे हिसाब से यही बेस्ट वीडियो होगा. मेरे हिसाब से यही बेस्ट वीडियो होगा सब में से. ये नहीं पोस्ट करूँगा, ये इसमें ना बहुत सारा बारिश आ रहा है, पानी आ रहा है. पहले वाला है ना, वो पोस्ट करूँगा. ठीक है, वो अच्छा है. റിട്ടേൺ വന്നപ്പോഴത്തേക്ക് മഴ അങ്ങ് കൂടി കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ വന്ന് ക്യാമറയിൽ വന്ന് വെള്ളം ഇങ്ങനെ തട്ട് വരുന്നു. നമ്മൾ പിന്നെ തിരിച്ചിങ്ങനെ യാത്ര ചെയ്ത് ഇവിടെ മെയിൻ സിറ്റിയിലെത്തി കേട്ടോ. അപ്പോൾ അങ്ങനെ ശിവത്തിൻ്റെ വീട്ടിലോട്ടാവുന്നത്. ശിവത്തിൻ്റെ വീട്ടിൽ അമ്മയെ വിളിച്ച് ചോദിച്ചിട്ട് ഫുഡ് എന്താണെന്ന് ചോദിച്ചിട്ട് ഒരു ഫ്രണ്ട് വരുമെന്ന് പറഞ്ഞ് എന്നെ വീട്ടിലോട്ട് കൊണ്ടുപോയി. എനിക്കാണെങ്കിൽ എന്താ അവസ്ഥ, എന്താ ചെയ്യുമെന്നൊരു പേടി. അവരെങ്ങനെ എടുക്കുമെന്ന് അറിയത്തില്ല. കാരണം ഞാൻ ഒരു സൗത്ത് ഇന്ത്യൻ ക്രിസ്ത്യനൊക്കെ ആണല്ലോ. അപ്പോൾ ജാതിപരമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് അറിയില്ലല്ലോ. ഭയങ്കര ഫാൻസ് കേട്ടോ. സൈഡിൽ ഇരിക്കുന്ന ഓട്ടോക്കാരൻ ചേട്ടനും ചോദിക്കുന്നത് ഇത് ബുള്ളറ്റ് ആണോ എന്ന്. 5 ലക്ഷം രൂപ ഇതാ. നമ്മളതുപോലെ നേരത്തെ ഫോട്ടോ എടുത്തില്ലേ, അപ്പോൾ ഒരു ചേച്ചി വെറുതെ ഒരു റാൻഡം ഒരു ചേച്ചി എന്നിട്ട് പറഞ്ഞു ബൈക്ക് അച്ചിയെന്ന്. എന്തായാലും അമ്മാതിരി ഫാൻസായി വണ്ടിക്ക്. അങ്ങനെ GTയിലുള്ള നമ്മുടെ ബൈക്ക് റൈഡ് അവസാനിച്ചു. ഓക്കെ ബൈ.